ഹായ്, ഐ ആം മിസ്ബാ KP ഫ്രം കണ്ണൂർ. ഞാനിപ്പോൾ ഉള്ളത് കുവൈത്തിലാണ്. ബ്രോ ഭയങ്കര ഹാപ്പി ആണല്ലോ. ബ്രോ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കുവൈത്തിൽ വന്നിട്ട്. ബ്രോക്ക് ജോബൊന്നുമില്ല. ബ്രോക്ക് ഇതെങ്ങനെ സാധിക്കുന്നത് എന്നുള്ളത് ഒരുപാട് മെസ്സേജ് എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ഇവരിതെങ്ങനെ മനസ്സിലാക്കുന്നു? ഞാൻ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഇവർ സോഷ്യൽ മീഡിയയിൽ ഞാൻ വരുന്ന 2 മിനിറ്റ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ എവറിഡേ വരുന്ന 2 മിനിറ്റ് വീഡിയോ കണ്ടിട്ടാണ് ഇവരെന്നെ വിലയിരുത്തുന്നത് ഞാൻ എപ്പോഴും ഹാപ്പിയാണെന്നുള്ളത്. എന്നെ നേരിട്ട് കാണാത്ത ആൾക്കാരാണ് എനിക്ക് ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് 100 to 150 KD സാലറി വാങ്ങിച്ചിട്ട് മന്ത്ലി 2 ലീവ് മാത്രം ഉള്ള ആൾക്കാർ, പുറത്തൊന്നും പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഈ ഒരു തരത്തിലുള്ള മെസ്സേജ് എനിക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും എപ്പോഴും ഹാപ്പി അല്ല. ഇത് ഞാൻ പറയുന്നു വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും സങ്കടത്തിലുമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കാണുമോ? നിങ്ങൾ എന്നെ കേൾക്കുമോ? ഒരിക്കലുമില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ദിവസത്തിൽ 2 മിനിറ്റ് മാത്രം ഹാപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്ന സമയത്ത് ആ 2 മിനിറ്റിനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, 24 മണിക്കൂറിന് നിങ്ങൾ വിലയിരുത്തരുത്. സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ലൈഫും നമ്മുടെ സ്വന്തം ലൈഫും തമ്മിൽ നമ്മൾ ഒരുപാട് കമ്പാരിസൺ നടത്തിയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിൽ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണിത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ജോബുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, നമ്മുടെ കയ്യിൽ മാസം പണിയെടുക്കുന്നതനുസരിച്ച് നമുക്ക് പൈസ വരുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം, ഒരുപാട് ആഗ്രഹിച്ചത് ചിലപ്പോൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇന്നും നടന്നിട്ടുണ്ടാവില്ല ആഗ്രഹങ്ങളൊന്നും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, നടക്കും. എല്ലാം നല്ലതിന് എന്നുള്ളൊരു തോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിലവിലുള്ള ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കിട്ടാതെ ആയിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ലേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നത് അത് നല്ലതിനാണ്. സോ നമ്മളെല്ലാ കാര്യങ്ങളും നല്ലതിനാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും സ്വയം നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്തിട്ട് സ്വയം സങ്കടപ്പെടാതെ എല്ലാം നല്ലതിനാന്നുള്ളൊരു തോട്ട് കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരുപാട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ പറയുന്നു, സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെ 2 മിനിറ്റ് 3 മിനിറ്റ് വീഡിയോ കണ്ടിട്ട് അവരെപ്പോഴും ലൈഫിൽ ഹാപ്പിയാണെന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. താങ്ക് യു.